കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. തൃശ്ശൂർ KSRTC ഒരു കുഴിയും കുത്തിയിട്ട് കത്തിച്ചു വിട്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ ശ്വാസം മുട്ടിയിട്ട് നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ട്, പ്ലാസ്റ്റിക് വേസ്റ്റ് കത്തുന്ന പുക ശ്വസിച്ച് ശ്വാസം മുട്ടിയിട്ട് നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ എന്തായാലും 112 നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതേപോലെ തന്നെ നമുക്കൊരു ഗതാഗത വകുപ്പ് മന്ത്രിയുണ്ട്, ഗണേഷ് കുമാർ എന്നാണ് ആളുടെ പേര്. ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന് പറയുന്നത് ഗണേഷ് കുമാറാണ്. തൃശ്ശൂർ KSRTC വേസ്റ്റ് കത്തിക്കാനായിട്ട് ഒരിടം കണ്ടിരിക്കുന്നു. വേസ്റ്റ് മാനേജ്മെന്റ് പോലും പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു ഗതാഗത മന്ത്രിനെയാണോ പത്തനാപുരംകാരെ നിങ്ങൾ വിജയിപ്പിക്കാൻ നോക്കുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഗതാഗത വകുപ്പിലെ ആളുടെ ബസ് സ്റ്റേഷനിൽ വേസ്റ്റ് കത്തിച്ചുകൊണ്ടിരിക്കുന്നു. വേസ്റ്റ് മാനേജ്മെന്റ് പോലും ഇദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മയാണുള്ളത്. ഇതെവിടെ പുകയാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ നമ്മളെ ശബ്ദം കേൾക്കാണ്ടിരിക്കാൻ ഹോണൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ വീട്ടിലൊക്കെ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കാശ് കൊടുത്ത് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കാശ് കൊടുക്കാതെ KSRTC ബസ് സ്റ്റേഷനിൽ കുഴി കുത്തിയിട്ട് പുകച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് വേസ്റ്റ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ, ജനങ്ങൾ ചുമക്കുന്ന രീതിയിൽ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ. 3 ദിവസമായി പറഞ്ഞാൽ കത്തിക്കൽ ഓടിക്കേണ്ടത് യൂണിഫോം ഇട്ട ആൾക്കാരെന്താണ് വിളിച്ചു പറഞ്ഞാൽ പറയണം. അപ്പേ കത്തിക്കണം അവരൊന്നും കാണാൻ കൂടെ. ഞാനൊരു KSRTC ഓഫീസിൽ അവരോട് ചെന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ അവർക്ക് അറിയില്ല, അവർ കൈ ചേട്ടാ ഞാനിപ്പോൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ KSRTC എന്നാണ്. ഇവിടെ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ദിവസമായിട്ട് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ വേസ്റ്റ് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വേസ്റ്റ് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുഴി കുത്തിയിട്ടാണ് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങൾ ചുമക്കുന്നുണ്ട്. ഇവിടെ ഈ ഇപ്പോഴും കത്തി പുക പോയിക്കൊണ്ടിരിക്കുകയാണ്. KSRTC അധികൃതർ തന്നെയാണ് പുകയിടുന്നത്. തൃശ്ശൂർ KSRTC സ്റ്റാൻഡ്, നമ്മുടെ ദിവാഞ്ചി മൂലയ്ക്ക് അടുത്തുള്ള KSRTC ബസ് സ്റ്റേഷൻ. അതെ, ദിവാഞ്ചി മൂലയ്ക്ക് അടുത്താണ് KSRTC സ്റ്റേഷൻ വരുന്നത്. തൃശ്ശൂർ ടൗണിൽ തന്നെയാണ്. എമറാൾഡ് റെസിഡൻസിന്റെ അടുത്തായിട്ട് വരും. അതെ, തൃശ്ശൂര് ദിവാഞ്ചി മൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെളിയന്നൂർ എന്നല്ല പറയട്ടെ. തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മതി. ഇതന്നെ ഉള്ളൂ തൃശ്ശൂര് ടൗണില്, റെയിൽവേയുടെ അടുത്ത്. ഈ കത്തിക്കുന്നത് തൃശ്ശൂർ KSRTC ബസ് സ്റ്റേഷന്റെ ഉള്ളില് ബസ് പാർക്ക് ചെയ്യുന്നിടത്ത് കുഴി കുത്തിയിട്ടാണ് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളം കൊണ്ടുവന്ന മുതലാളി ഇരിക്കണ്ട. നിങ്ങളവിടുത്തെ സ്റ്റാഫാണോ? മുതലാളിനെ വിളിക്കുക. ഇവിടെ സാർ വിളിക്കുന്നവർ മുതലാളിനെ വിളിക്കുന്നു. അതവിടെ ഇരിക്കണ്ട കേട്ടോ. നിങ്ങളെ മുതലാളിയില്ലേ, മുതലാളി വേറെ അവര് പോയി നോക്കിയാൽ അവിടെ കുഴിയിൽ ആ കടലിൽ സാധനം ഏത് കട നിങ്ങളുടെ കട? ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ റിപ്പോർട്ട് ചെയ്തു. നാസർ സാറാണെങ്കിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. അദ്ദേഹം അത് പറഞ്ഞോളൂ. പിന്നെ പറ്റണ കോർപ്പറേഷനിൽ ഒന്ന് വിളിച്ച് സംഭവം പറഞ്ഞു സാർ. ഇവിടെ ഇങ്ങനെ വേസ്റ്റ് കത്തിക്കുന്നുണ്ട്. ഓക്കെ സാർ. അപ്പോൾ പോലീസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടപടിയെടുത്തു. 112 വിളിച്ചതിനുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടാണ് അവർ പോയിട്ടുള്ളത്. ഇനി കത്തിക്കില്ല എന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. 3 ദിവസമായിട്ട് ഇവിടെ കത്തിക്കൽ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു KSRTC.